ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു തോട് കാണാനാണ്. അതായത് ഒരു 6 മാസങ്ങൾക്കൊക്കെ മുന്നേ ടിക്ടോക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലടക്കം എല്ലാ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയാസിലും വൈറലായിക്കൊണ്ടിരുന്ന ഒരു പാടം ഉണ്ടായിരുന്നു, കൂരിയാട് പാടം. അവിടെ ഒരു തോടുണ്ടായിരുന്നു, കൈതത്തോട്. അപ്പോൾ ആ തോട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊട്ടി ആഘോഷിച്ചുണ്ടാക്കിയൊരു തോടായിരുന്നു, അതായത് ആ തോട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ കോഴിക്കോട് റോട്ടിൽ നാഷണൽ ഹൈവേ അവിടെയാണ്. അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ പൊന്തക്കാടായത് കാരണം ഇങ്ങോട്ട് കാഴ്ചയില്ല. ഇതിന് മുന്നേ ഇവിടെ ഇല്ല പോകുമ്പോൾ ഈ ഒരു സ്ഥലം കാണാനായിട്ട്, ഇതാണ് ആ സ്ഥലം, ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് നിർമ്മിച്ചത്. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചതായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു തോട് നിർമ്മിച്ച സമയത്ത് ഇവിടെ ചെറിയ ഒരു തോടുണ്ടായിരുന്നു, അതുപോലെ ചെറിയൊരു കൈവരി ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അതൊരു 5 കിലോമീറ്ററോളം നീളത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്ക്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ശേഷവും ഒരു ഏപ്രിലൊക്കെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലായിരുന്നു ആ ഒരു ഈ പ്രദേശവും ഈ ഒരു തോടും ഒക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ അതൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ലോക്ക്ഡൗണൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ നമുക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ നമ്മളിവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിലൊക്കെ വന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തോട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ ലെങ്തി ആവുമെന്ന് കരുതിയിട്ടാട്ടോ സെപ്പറേറ്റ് ആക്കിയിട്ടത്. അപ്പോൾ ആ ഒരു തോടിൻ്റെ ശോചനീയ അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അവിടെ അന്ന് ഇതിങ്ങനെ ചൂടിക്കയറുകൊണ്ട് പായ പോലെ മെടഞ്ഞിട്ട് ആ പായ 2 വരമ്പിലും ഒരുപോലെ വിരിച്ചിട്ട് നല്ല വീതിയിൽ ഈ വരമ്പിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ തോട്ടിലേക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരമ്പ് കവിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇത് വിരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു അന്ന് കാണാനെന്ന് ആളുകളൊക്കെ പറഞ്ഞ്. പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മഞ്ഞ 2 വരമ്പും അതിനിടയ്ക്ക് ശുദ്ധമായ നല്ല തെളിനീരും. ആ ഉണ്ടാക്കുന്ന സമയത്ത് കലക്ക വെള്ളമാണെങ്കിൽ കൂടി പിന്നീട് അതൊക്കെ നല്ലോണം തെളിഞ്ഞിട്ട് നല്ല രീതിക്കായിരുന്നു കാണാനുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഒരു ചെറുതായിട്ട് മഴ വന്നു, അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലഡും വന്നു. ആ സമയത്ത് ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങി കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. വരമ്പിനൊക്കെ പൊട്ട് വീണിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലൊക്കെ പുല്ലൊക്കെ നിറഞ്ഞ്, അതിൻ്റെ മേളിലൊക്കെ പുല്ല് നിറഞ്ഞിട്ട് പൊന്തക്കാടും കുറ്റിക്കാടും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പൊന്തക്കാട്, ഈ വെള്ള പുല്ല് കണ്ടില്ലേ, ഈ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മറ്റു സൈഡിൽ ചെറിയ പുല്ലാണ്. കാരണം നമ്മൾ ആളുകളിങ്ങനെ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചവിട്ടടികളാണ്. ആ ചവിട്ടുന്ന അത്രയും ഏരിയയിൽ പുല്ലില്ലാണ്ട് പിന്നെ ബാക്കിയൊക്കെ പുല്ലായിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ പാടത്തുള്ള നെൽകൃഷികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ല. ഇപ്പോൾ അവിടെയൊക്കെ മൊത്തം നെൽകൃഷികളാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്, കണ്ണിന് നല്ലൊരു കുളിർമയാണ് ഈ കാഴ്ചയൊക്കെ. പിന്നെ ഒരു അത്ഭുതം എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെ, ഈ പാടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നടുവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മരങ്ങൾ, ഒരു അമ്പിളിമാമനെ പോലെ ഇങ്ങനെ സെമി സർക്കിളാണ് അതിൻ്റെ ഇലയുടെ ഷേപ്പ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു മരം, ഇതെന്ത് മരമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സാധാരണ പാടങ്ങളിൽ ഇങ്ങനെ മരങ്ങളൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തോ അങ്ങനെ ഒരു കാഴ്ചയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ പ്രകൃതി, അതിൻ്റെ പച്ചപ്പൊക്കെ നല്ല ഭംഗിയാണല്ലോ കാണാൻ. നമ്മുടെ കണ്ണോട് കാണുന്നത് വേറൊരു ഭംഗി, ക്യാമറയോട് കാണുന്നത് വേറൊരു ഭംഗി. കണ്ണോട് കാണുന്ന ഭംഗി ഒരിക്കലും ക്യാമറയോട് കാണുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി അതിൻ്റെ ഒരു ഭംഗി, ദൃശ്യഭംഗി നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കാണുന്നത് കണ്ടില്ലേ, ഈ ചൂടിക്കയറുകൊണ്ട് പായമടിഞ്ഞിട്ടുള്ള
ആ കാഴ്ച. പക്ഷേ അതൊന്നും നശിച്ചു പോയിട്ടില്ല കേട്ടോ, അത്രയ്ക്കൊന്നും നശിച്ചു പോയിട്ടില്ല. ഫ്ലഡും മഴയൊക്കെ വന്നെങ്കിൽ കൂടി അതൊന്നും അങ്ങനെയൊന്നും നശിച്ചു പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ പൊട്ട്, അതുപോലെ തന്നെ ഈ ഷീറ്റ് ചെറുതായിട്ടൊന്ന് നടക്കുന്നിടത്തും എന്തെങ്കിലുമൊക്കെ കൊളുത്തി വലിഞ്ഞിട്ടൊക്കെ കീറിപ്പോയി, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഈ പുല്ല് നിറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത് ഇങ്ങനെ ആവണം, അപ്പോഴേ ഇത് എന്താ പറയുക, ഒരുപാട് ഇത് നശിപ്പിച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ജീവജാലങ്ങൾ, ചെറിയ കുഞ്ഞു ജീവികളൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചത്തുപോയിട്ടുണ്ടാവണം ചിലപ്പോൾ. അവയ്ക്കൊക്കെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ എന്തായാലും അതിന് ഒരു കോട്ടം തട്ടിക്കാണല്ലോ. പക്ഷെ അത് തിരിച്ചു വരണം, അത് വന്നിട്ടുണ്ട് ഇവിടെ. ഈ മണ്ണും ചെയ്ത വർക്കിൻ്റെ ഒക്കെ മേലെ പുല്ലൊക്കെ വന്ന് അത് പഴയ പോലെ പ്രകൃതിയോട് ഈ തോട് ഇണങ്ങി ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ്, അങ്ങനെ ആവണം, അപ്പോഴേ ഇതൊരു തോടാവുകയുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു കനാലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ഈ തോട്ടിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാം. പിന്നെ ഈ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത്, വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് വീതിയുള്ളൊരു തോടുണ്ടാകുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വേഗം പോകും, വെള്ളം അവിടെ തങ്ങി നിൽക്കാത്തൊരവസ്ഥ. അതിന് വേണ്ടിയിട്ടാണ് മുന്നേയൊക്കെ നമ്മളിവിടെ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മഴക്കാലം വന്നാൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, പാടത്തൊക്കെ പോസ്റ്റ് ഉണ്ടാവില്ല, ആ പോസ്റ്റിൻ്റെ തലഭാഗം മാത്രം മുകളിൽ പൊങ്ങി നിൽക്കുള്ളൂ, ബാക്കി മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായിട്ടാണ് കാണാം. അപ്പോൾ അത്രയും ഇവിടെ വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെയൊക്കെ മഴ വരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ഒഴുകി പോവാനൊക്കെ നല്ലതാണ് ഇതുപോലൊരു തോടുണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരിത് നിർമ്മിച്ചിട്ടുള്ളതും. ഈ പച്ചപ്പ് കാണാൻ എന്താ ഭംഗിയില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ കൊക്കുകൾ മീൻ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ പക്ഷികളിങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അതൊന്നും ഇതിൽ കാണുന്നില്ല, പക്ഷേ എന്തോ ഒരു ഭംഗിയാണല്ലേ കാണാൻ. പഠിച്ചവനെ നമ്മൾ മാഷാ അല്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചാലും മതി വരില്ല. കാരണം കണ്ണിന് മനസ്സിനും കുളിര് നൽകുന്ന അത്ര നല്ലൊരു കാഴ്ചയാണ് ഇതൊക്കെ. നമുക്ക് വീടുകളിലൊന്നും ഇതുപോലെ ഇനി എത്ര ചെടികളൊക്കെ കുഴിച്ചിട്ടാലും ഈ ഒരു ഭംഗി കണ്ണെത്താ ദൂരത്തോളം കാഴ്ചകൾ ഇങ്ങനെ പച്ചപ്പിൽ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ മോളെ ഇവിടുന്ന് പിടിച്ചിട്ടേ കിട്ടുന്നില്ല. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ അവിടെ അപ്പുറത്ത് കുട്ടികൾ കുളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ കുളിച്ചിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കയറിയത് വേറൊരു പുഴ കാണിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് ഈ തോടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അവൾക്ക് ഇതിലേക്ക് ഇറങ്ങണം, അതിലേക്ക് ഇറക്കാൻ പറ്റില്ല. കാരണം ഇറക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെ ഇറങ്ങി പോകാനായിട്ട് സ്റ്റെപ്പൊന്നുമില്ല, നമ്മൾ സാഹസികമായിട്ടൊക്കെ ഇറങ്ങണം. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഓളുടെ ഇഷ്ടം പോലെ ഓൾ നടക്കട്ടെ എന്ന് കരുതി. കുട്ടികളൊന്നും മറിഞ്ഞു വീഴും അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാരണം ഇത് സാധാ ഒരു പാടത്തുണ്ടാകുന്ന വരമ്പിൻ്റെ 3 വരമ്പൊക്കെ കൂടിയ, 3 അല്ലെങ്കിൽ ഒരു 2.5 വരമ്പ് കൂടിയ അത്രയും വീതിയുണ്ട് ഈ വരമ്പിന്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളൊക്കെ കൊണ്ട് ഇതിൽ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇത് ഈ മറ്റേ സൈഡാട്ടോ, നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ സ്ലാബ് ഇട്ടതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഈ ഭാഗം. ഇവിടെയും തോട് ഇതേപോലെ തന്നെയാണ്, പക്ഷേങ്കിൽ നമുക്ക് ഇപ്പുറത്ത് കൃഷി, ഒരു ഭാഗത്ത് തോട്, മറ്റു ഭാഗത്ത് പൊന്തക്കാട്, അതിൻ്റെ അപ്പുറത്ത് നാഷണൽ ഹൈവേ ആണ് കിടക്കുന്നത്. എല്ലാവർക്കും ഇവിടെ വന്ന് ഇഷ്ടം പോലെ കണ്ണ് നിറയെ കാഴ്ചകൾ, ഹൃദയം നിറയെ, മനസ്സിൽ നിറയെ കാഴ്ചകൾ കണ്ട സുഖത്തോടു കൂടി തന്നെ മടങ്ങാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ, സി അഗൈൻ, ടാറ്റാ.